Techflora. This is Bindu Joseph from Kozhikode. 17ാം നൂറ്റാണ്ടിൽ ബ്രസീലിൽ നിന്നും കേരളത്തിലെത്തിയ കപ്പ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മരച്ചീനിയെ കുറിച്ച് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഏതൊരു മരച്ചീനി കർഷകരുടെയും ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമുണ്ട്. അതാണ് നമ്മുടെ മൊസൈക് രോഗം എന്ന് പറയുന്നത്. മൊസൈക് രോഗം എന്ന വൈറസ് രോഗമാണ് ഏറ്റവും കൂടുതൽ കർഷകരെ അലട്ടുന്ന പ്രശ്നം. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നോണം ICAR വികസിപ്പിച്ചെടുത്തുള്ള പുതിയൊരു വെറൈറ്റി മരച്ചീനിയുണ്ട്. ഇതിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. നമുക്ക് കാണാം, ഇതാണ് മരച്ചീനിയെ ബാധിക്കുന്ന വൈറസ് രോഗമായ മൊസൈക് രോഗം. ഇതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് നമ്മളുടെ ശ്രീരക്ഷ എന്ന് പറയുന്ന പുതിയ വെറൈറ്റി. നല്ല ചൂടും നല്ല മഴയുമുള്ള പ്രദേശങ്ങളിലാണ് മരച്ചീനി വളരെ നന്നായിട്ട് വളർന്നതായിട്ട് കാണുന്നത്. ചെടി മണ്ണിൽ വേരൂന്നിക്കഴിഞ്ഞാൽ വരൾച്ച നേരിടാനുള്ളൊരു കഴിവ് മരച്ചീനിക്ക് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കേരളത്തിലെ ചുമന്ന മണ്ണിലും അതുപോലെ തന്നെ ലാറ്ററൈറ്റ് മണ്ണിലും ഒക്കെ ഇത് വളരെ നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്. മരച്ചീനിയുടെ നടീലിൻ്റെ സമയം, അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ്യിലാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഇത് നടാം. എന്നാൽ ജലസേചന സൗകര്യം ഉണ്ട് എങ്കിൽ, നമുക്ക് നനയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വേനൽക്കാലം ഉൾപ്പെടെ ഏത് സമയത്ത് വേണമെങ്കിലും കൃഷി ചെയ്യാവുന്ന ഒന്നാണ് മരച്ചീനി. ഹ്രസ്വകാല വിളകളാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഒരു 6 മാസം കൊണ്ട് വിളവെടുക്കുന്ന വെറൈറ്റീസൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ പറയുകയാണെങ്കിൽ ശ്രീവിജയ, അതുപോലെ തന്നെ ശ്രീ ജയശ്രീ, ശ്രീ പ്രകാശ്, വെള്ളായണി ഹ്രസ്വ തുടങ്ങിയവർക്ക് 6 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന മരച്ചീനി വെറൈറ്റികളാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുതിയൊരു വെറൈറ്റി, ICAR പുറത്തിറക്കിയിട്ടുള്ള ഒരു പുതിയ വെറൈറ്റിയാണ് ശ്രീരക്ഷ എന്ന് പറയുന്നത്. ഇത് 8 മുതൽ 9 മാസം വരെയാണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 8 മുതൽ 9 മാസം വരെയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കറിയാം എല്ലാവരുടെയും ഏറ്റവും വലിയ മരച്ചീനി കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈറസ് രോഗമാണ്. അതായത് മൊസൈക് രോഗം. ഏത് പ്രായത്തിലും ബാധിക്കാവുന്ന ഈ രോഗം മൂലം ഇലകളെല്ലാം ചുളിഞ്ഞ് പച്ച നിറം മാറുന്ന ഒരു അവസ്ഥയാണ് ഇതുള്ളത്. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഇനമാണ് ഈ ശ്രീരക്ഷ എന്ന് പറയുന്ന വെറൈറ്റി. വിളവെടുപ്പിന് ശേഷം കുറേ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാമെന്നത് മറ്റൊരു മേന്മയാണ്. മാത്രമല്ല ഉയർന്ന ഉൽപ്പാദനക്ഷമതയുണ്ട്. ചിപ്സ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റിയാണ് ഈ ശ്രീരക്ഷ. മൂപ്പെത്തിയതും 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ളതുമായ ഏറ്റവും ആരോഗ്യമുള്ള മരച്ചീനികളുടെ മുകളിലെ മൃദുവായതും അടിയിലെ കട്ടി കൂടിയതുമായ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ വിത്ത് കമ്പുകൾ മുറിക്കാൻ. ഒരു 10 സെൻറ്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങളായി നമ്മൾ മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ആക്സ് ബ്ലേഡ് വെച്ചാണ് അത് മുറിക്കാനായിട്ട് ആക്സ് ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ 10 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുന്നു. ഇനി നമുക്ക് ഇത് നടാം. നമ്മൾ മണ്ണൊരുക്കുന്ന സമയത്ത് ഒരല്പം മാത്രം ചാണകപ്പൊടി, എല്ലുപൊടി, ടിൻ കാഷ്ടം, അതുപോലെ കോഴിവളം ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയതായിട്ട് അടിവളമായിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കമ്പ് നട്ടിട്ട് 1 മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ എതിർദിശയിൽ വരുന്ന ഏറ്റവും ആരോഗ്യമുള്ള 2 മുളകൾ നിർത്തിയ ശേഷം ബാക്കിയുള്ളതെല്ലാം അടർത്തി കളയും. എന്നിട്ട് കള പറിച്ച് മാറ്റിയിട്ട് മേൽവെള്ളം ചേർത്ത് മണ്ണ് കൂട്ടി കൊടുക്കണം. മണ്ണ് കൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാസത്തിന് ശേഷം, 1 മാസം കഴിയുമ്പോഴത്തേക്കും നിറയെ കളകൾ വന്നിരിക്കും. അപ്പോൾ ഈ കളകളെ പറിച്ച് മാറ്റിയതിന് ശേഷം പച്ചല വളങ്ങൾ, അല്ലെങ്കിൽ മണ്ണര കമ്പോസ്റ്റ്, കോഴിവളം, ചാരം ഇവ നമുക്ക് നൽകാവുന്നതാണ്. ഞങ്ങളിവിടെ കൊടുക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു റേഷ്യോയിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത്. പോഷക മൂലകങ്ങളിൽ പൊട്ടാസ്യത്തെ കീ എലമെൻ്റ് എന്നാണ് പറയുക. കാരണം കിഴങ്ങുൽപാദനത്തിനും അതിൽ കയ്പിൻ്റെ അംശം കുറയ്ക്കുന്നതിനും അന്നജത്തിൻ്റെ അംശം കൂട്ടുന്നതിനുമൊക്കെ പൊട്ടാസ്യം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ICAR പുറത്തിറക്കിയിട്ടുള്ള മറ്റൊരു പുതിയ വെറൈറ്റിയായ ശ്രീ പവിത്ര എന്ന് പറയുന്ന മരച്ചീനിയുടെ പ്രത്യേകത, ഫലഭൂയിഷ്ഠത കുറഞ്ഞ മണ്ണിൽ കൃഷി ചെയ്യാമെന്നുള്ളതും പൊട്ടാസ്യം ഇല്ലാതെയും കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഈ മരച്ചീനിയുടെ പ്രത്യേകത. മാത്രമല്ല നല്ല പാചക ഗുണമുള്ളതാണ്, പെട്ടെന്ന് വേവുന്നതാണ്, തീരെ കയ്പില്ല. ഒരു ചെടിയിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോ വരെ ലഭിക്കും എന്നുള്ളതാണ് ഈ ശ്രീ പവിത്രയുടെ പ്രത്യേകത. നമ്മൾ ശ്രീ പവിത്ര നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മുട്ടുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കുറവാണെങ്കിൽ 10 സെൻറ്റിമീറ്ററും കൂടുതലാണെങ്കിൽ ഒരു 12 സെൻറ്റിമീറ്ററും. അപ്പോൾ 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ
നീട്ടത്തിലാണ് നമ്മൾ ഈ വിത്ത് കമ്പുകൾ മുറിച്ചെടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്കിപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് താല്പര്യം ഉണ്ടാവും. ഇതിൻ്റെ കമ്പുകൾ, ഇതിൻ്റെ വിത്ത് കമ്പുകൾ എവിടെ ലഭ്യമാകും എന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള CTCRI തിരുവനന്തപുരത്താണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളെല്ലാം തന്നെ സപ്ലൈ ഉണ്ടായിരിക്കുന്നതാണ്. കാലാവസ്ഥ നല്ലതാവുകയാണെങ്കിൽ നമ്മുടെ കൈവശവും ഇതിൻ്റെ സ്റ്റെംസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം തന്നെ ഷെയർ ചെയ്തേക്കുക. ആദ്യമായി ടെക്ഫ്ലോറയിൽ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൽ തന്നെ ബെൽ ഐക്കണുകൾ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ we will meet again with a new concept. Till then, bye bye.